ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിപ്പോയ ശാരദാ മുരളീധരൻ അവർ ഒടുവിൽ ഒപ്പം ജോലി ചെയ്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ രാവിലെ ലൈവിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണെന്ന് കേരളത്തിലെ ചില ഇടതുവിരുദ്ധ മാപ്രകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. കോൺഗ്രസ് സൈബറുകാർക്കും മാപ്രകൾക്കും ഇനിയിപ്പോൾ ദിവ്യ എസ് അയ്യരുടെ തോളിൽ നിന്ന് നേരെ ശാരദാ മുരളീധരന്റെ തോളിൽ കയറാനുള്ള ഒരു അവസരമായിട്ട് ആ വാചകം മാറുകയാണ്. ഈ വിവിധ നേതാക്കൾക്കൊപ്പം വിവിധ സർക്കാരുകളുടെ ഭാഗമായിട്ട് ശാരദാ മുരളീധരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വിരമിക്കുന്നതാവട്ടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം ടൈമിലെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ്. ഏറെക്കാലം ഡോക്ടർ വി വേണുവിന് ശേഷം ശാരദാ മുരളീധരൻ ഉണ്ടായിരുന്നു. ശ്രദ്ധേയമായ പദ്ധതികൾ, നേരത്തെയുള്ള യാത്ര കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് മാം വരുന്നത്, ഈ നവകേരള യാത്രയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വിവിധ നേതാക്കളെ ഒന്ന് താരതമ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ മാം വിലയിരുത്തുന്നത്? എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുമാനമാണ്. കാരണം ഇപ്പം ഞാനിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത് വളരെ കർക്കശക്കാരനാണ്, വളരെ സമയബന്ധിതമായിട്ട് പ്രവർത്തിക്കും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരിൽ കാണുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും അടുത്ത് അദ്ദേഹത്തിനെ കണ്ടത് കോവിഡിൻ്റെ സമയത്താണ്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ കണ്ടത് കേരളം എന്നല്ല, ഏതൊരു തരം ദേശീയ അന്തർദേശീയ തലത്തിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്റ്റേറ്റ്സ്മെന്നെയാണ് കണ്ടത്. അന്ന് ഈ നാടിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഓരോ വിഷയം, ഓരോ കാറ്റഗറി ആളുകളുടെ സംവിധാനങ്ങളുടെ വിഷയങ്ങൾ അടുത്തറിഞ്ഞ് അതിനുള്ള നേതൃത്വം കൊടുക്കുകയും ഞങ്ങൾ ആരെയും ഒരു നിമിഷം പോലും അലസമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, പിന്നെ ഇത് കേരളത്തിന് മുഴുവനും വിഷയങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഇപ്പം അത് ഇതുപോലെ തന്നെ ഞാൻ 2018 ഫ്ലഡ്സിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ അന്ന് വേണു ഇവിടെ ഉണ്ടായിരുന്നു. വേണുവിൽ നിന്നും ഇതുതന്നെയാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉദാത്തമായിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ്, ക്രൈസിസ് വരുമ്പോൾ സ്റ്റേറ്റ്സ്മെൻഷിപ്പ്, അൺപാരലൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ് കാണിക്കുന്ന ഒരു ലീഡറാണ് ശ്രീ പിണറായി വിജയൻ. നാളെ മിക്കവാറും ശാരദാ മുരളീധരനെ കുറിച്ചുള്ള ഒരു അഴിമതി ആരോപണം മനോരമയിൽ പ്രതീക്ഷിക്കാം. കാര്യം പിണറായിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. പിണറായി എന്ന സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെ കുറിച്ച് അവർ വാചാലരായത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടില്ല, സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൊറോണ കാലഘട്ടത്തിൽ അടുത്തിടപഴകിയപ്പോഴാണ് ആ ഭരണാധികാരിയെ മനസ്സിലാക്കാനായത്. അതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ വായിച്ച അവർക്ക് പിണറായി എന്ന വ്യക്തിയെക്കുറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിലും കുത്തിനിറച്ച അതേ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അനുഭവങ്ങൾ ആ കാഴ്ചപ്പാടിനെ പൊളിച്ചു. ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി, സ്റ്റേറ്റ് എപ്പോഴൊക്കെ ക്രൈസിസിലാകുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച നേതൃപാടവം, ഇതെല്ലാം അടുത്തുനിന്ന് കണ്ടവർ പ്രശംസിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ RSS മനോഭാവക്കാർ എഴുതിപ്പിടിപ്പിച്ച നിറം പിടിച്ച പല കഥകളുമാണ് പൊളിഞ്ഞു വീഴുന്നത്. ഒരു വ്യക്തിയെ കൈവശമുള്ളൊരു മാധ്യമത്തിൻ്റെ പുറകിലിരുന്ന് സ്വന്തം മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ എഴുത്തുകളുടെ രൂപത്തിൽ പുറത്തേക്ക് വിട്ട് ഇല്ലാത്ത ചാപ്പ കുത്തി കൊടുത്തു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ വാചകങ്ങൾ. നേരത്തെ ദിവ്യ എസ് അയ്യർ പറഞ്ഞതിന് പിന്നാലെ ശാരദാ മുരളീധരനും ആ വാചകങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവർ സംഘടിതമായി സൃഷ്ടിച്ചിരിക്കുന്ന ആ പൊള്ളത്തരത്തിന് പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. കൂടെ പ്രവർത്തിച്ചവരുടെ അഭിപ്രായം അതാണല്ലോ കൃത്യമായിട്ട് ഒരു വ്യക്തിയെ അളക്കാനുള്ള അളവുകോൽ. അല്ലാതെ ദൂരെ മാറി നിന്ന് ഏതെങ്കിലും ശീതീകരിച്ച മുറിക്കകത്തിരുന്ന് ചില ദൃശ്യങ്ങൾ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്ത് അത് വച്ചിട്ട് ഇല്ലാ കഥകൾ മെനയുന്നതിനപ്പുറം വ്യക്തി എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് വ്യക്തി എന്താണെന്ന് കൃത്യമായിട്ട് ശാരദാ മുരളീധരൻ്റെ വാക്കുകളിലുണ്ട്. അത് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് കിട്ടുന്ന പൊൻതൂവൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ വിവിധ നേതാക്കൾക്കൊപ്പം വിവിധ സർക്കാരുകളുടെ ഭാഗമായിട്ട് ശാരദാ മുരളീധരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വിരമിക്കുന്നതാവട്ടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം ടൈമിലെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ്. ഏറെക്കാലം ഡോക്ടർ വി വേണുവിന് ശേഷം ശാരദാ മുരളീധരൻ ഉണ്ടായിരുന്നു. ശ്രദ്ധേയമായ പദ്ധതികൾ, നേരത്തെയുള്ള യാത്ര കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് മാം വരുന്നത്, ഈ നവകേരള യാത്രയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വിവിധ നേതാക്കളെ ഒന്ന് താരതമ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ മാം വിലയിരുത്തുന്നത്?
എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുമാനമാണ്. കാരണം ഇപ്പം ഞാനിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത് വളരെ കർക്കശക്കാരനാണ്, വളരെ സമയബന്ധിതമായിട്ട് പ്രവർത്തിക്കും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരിൽ കാണുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും അടുത്ത് അദ്ദേഹത്തിനെ കണ്ടത് കോവിഡിൻ്റെ സമയത്താണ്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ കണ്ടത് കേരളം എന്നല്ല, ഏതൊരു തരം ദേശീയ അന്തർദേശീയ തലത്തിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്റ്റേറ്റ്സ്മെന്നെയാണ് കണ്ടത്. അന്ന് ഈ നാടിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഓരോ വിഷയം, ഓരോ കാറ്റഗറി ആളുകളുടെ സംവിധാനങ്ങളുടെ വിഷയങ്ങൾ അടുത്തറിഞ്ഞ് അതിനുള്ള നേതൃത്വം കൊടുക്കുകയും ഞങ്ങൾ ആരെയും ഒരു നിമിഷം പോലും അലസമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, പിന്നെ ഇത് കേരളത്തിന് മുഴുവനും വിഷയങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഇപ്പം അത് ഇതുപോലെ തന്നെ ഞാൻ 2018 ഫ്ലഡ്സിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് വേണു ഇവിടെ ഉണ്ടായിരുന്നു. വേണുവിൽ നിന്നും ഇത് തന്നെയാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉദാത്തമായിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ്, ക്രൈസിസ് വരുമ്പോൾ സ്റ്റേറ്റ്സ്മെൻഷിപ്പ്, അൺപാരലൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ് കാണിക്കുന്ന ഒരു ലീഡറാണ് ശ്രീ പിണറായി വിജയൻ.